ഹായ് എവ്രി വൺ. അഫോർഡബിൾ ഫീസിൽ MBBS പഠിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തജിക്കിസ്ഥാനിലെ MSIT ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമുക്കിനി MSITയിലെ സ്റ്റുഡൻസിനെ പരിചയപ്പെടാം. ദിസ് ഇസ് ഏഞ്ചൽ ഫ്രം കൊല്ലം, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ്. ഏഞ്ചൽ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്? ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും അടിപൊളിയായിരിക്കുമെന്ന്. എൻ്റെ എക്സ്പെക്റ്റേഷനിലൊക്കെ ഒരുപാട് മേലെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഡ്രീം ചെയ്ത ആ ഒരു മൊമെന്റ് നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ലക്കാണ്. അതെ. അക്കാഡമിക് ബേസ്ഡ് ഒക്കെ എങ്ങനെയാ ഇവിടെ? അക്കാഡമിക് ബേസ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട്. എക്സാംസ് ഒക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് കൂടുതൽ പഠിച്ച് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ് എല്ലാം. എക്സാം ബേസ്ഡ് ഒക്കെ എങ്ങനെയാ? എക്സാം ബേസ് നമ്മുടെ മെയിൻ സബ്ജക്ട്സ് നമുക്ക് വൈവ ബേസും ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റിംഗും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോൺ കോറൽ സബ്ജക്ട്സ് നമുക്ക് മെയിൻലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. എക്സാം ഒക്കെ കഴിഞ്ഞോ? അത് എക്സാം കഴിഞ്ഞിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചതിൽ ഒരുപാട് ടോപ്പിൽ എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. വൈവ ഒക്കെ എങ്ങനെയാ? മെയിൻ പ്രൊഫസർ ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടാണോ നിങ്ങൾക്ക് എക്സാം നടത്തുക? നമുക്ക് വൈവ ഉള്ളത് നമ്മുടെ മെയിൻ സബ്ജക്ട്സിനാണ് വൈവ ഉള്ളത്. അപ്പൊ അത് എടുക്കുന്നത് നമ്മുടെ HOD അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസേഴ്സുമാരും കൂടി ചേർന്നിട്ടാണ് നമുക്ക് വൈവ എക്സാംസ് ഒക്കെ നടത്തുന്നത്. ഇപ്പൊ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ നമ്മൾ ആ ഒരു ഫീസിന് നമുക്ക് ഇവിടെ വേർത്താന്ന് തോന്നുമോ? ഉറപ്പായിട്ടും മറ്റുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു സ്കോളർഷിപ്പും ഫെസിലിറ്റീസും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും അക്കാഡമിക് എന്താണെങ്കിലും ഉറപ്പായിട്ട് അത് അഫോർഡബിളും വളരെ നല്ലതുമാണ്. വന്നിട്ട് ഇവിടെ ലാംഗ്വേജ് വേറെയാന്ന് പറയുന്നുണ്ട്. ആ ലാംഗ്വേജ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫസ്റ്റ് വന്ന സമയത്ത്? ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തജിക്കാണ്. അപ്പം നമ്മൾ ആദ്യം വന്ന ടൈമിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ മുന്നിൽ ലാംഗ്വേജ് ഒരു ബാരിയർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് സെം മുതൽ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിനോടൊപ്പം നമ്മുടെ ഒരു നോൺ കോറൽ സബ്ജക്ട്സും കൂടിയാണ് തജിക് ലാംഗ്വേജ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെസ്, അവര് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും, നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കും. അപ്പൊ ഉറപ്പായിട്ടും വിത്തിൻ 2-3 മന്ത്സ് നമ്മൾ നല്ലോണം കഷ്ടപ്പെടാമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ലോക്കൽസിനോട് വർത്താനം പറയുമ്പോൾ അവർ പറയുന്നത് മനസ്സിലാവാറുണ്ടോ? ഇവിടുത്തെ ഈ കോളേജിൽ നിന്ന് പഠിപ്പിച്ചു തന്നെ കൊണ്ട്? ഉറപ്പായിട്ടും നമ്മൾ ആദ്യമൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു, നമുക്കൊന്നുമേ മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ എന്തോ നമ്മൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, നമുക്ക് തിരിച്ചവരോട് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഉറപ്പായിട്ട് ഇവിടുത്തെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ഒരുപാട് എന്നെ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട് തജിക് ക്ലാസ്. നമുക്ക് ക്ലിനിക്കൽ ആണെങ്കിലും ഇപ്പം കെഡാവർ സിസ്റ്റം നമുക്ക് തജിക്കിസ്ഥാനിൽ റിയൽ കെഡാവർ ഉള്ളത് MSITയിൽ മാത്രമാണ്. അപ്പം അത് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റി ഉള്ളത്, അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പം MSIT തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ MSITനെ പറ്റിയിട്ട് കുറെ അറിയാൻ പറ്റി, MBBSനെ പറ്റി കുറെ അറിയാൻ പറ്റി. വരുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.